ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിവന്യ തിരുമേനി, വേദിയിൽ ഉപവിഷ്ടായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, ആലംപീടിക സഭ സപ്തരജത ജൂബിലി ആഘോഷത്തിന്റെ നിറവിലാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരു ഭവനം നിർമ്മിച്ചു നൽകുവാനും സർവശക്തനായ ദൈവം സഹായിച്ചു. ഈ ദേശത്ത് നന്മകൾ ചെയ്യുന്നതിന് ഈ 51 ഇടവകാംഗങ്ങൾക്ക് യാതൊരു മടിയുമില്ല. കാരണം മിഷണറിമാർ കാട്ടിത്തന്ന മാതൃക അതുതന്നെയാണ്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള യേശുക്രിസ്തുവിന്റെ വലിയ ആഹ്വാനത്തെ കേട്ടിറങ്ങിയ മിഷണറിമാർ അവർ മാതൃകയുള്ള ജീവിതം നയിച്ച് തലമുറകളായിട്ട് ഈ ദേശത്തിന് പകർന്നു കൊടുത്ത ആ മിഷണറി പാരമ്പര്യത്തെ കാത്തു സൂക്ഷിക്കുന്നതിന് ഈ ആലംപീടിക ഇടവക എപ്പോഴും സന്നദ്ധമാണ്. യേശു നൽകുന്ന പ്രേരണയാണ് ഈ ഭവനം പണിയുവാൻ ഞങ്ങളെയും അനുവദിച്ചത്. ഈ സ്നേഹം പകർന്നു തരുന്നതിനായിട്ട് മിഷണറിമാർ ഈ ദേശത്തേക്ക് കടന്നു വന്നത് 1816 മുതലാണ്. CMSന്റെ മിഷണറിമാർ 1816 ആലപ്പുഴയുടെ പ്രദേശങ്ങളിൽ കടന്നു വരുമ്പോൾ അവിടെ തോമസ് നോട്ടൻ എന്ന ആദ്യ മിഷണറി അവിടെ കാലുകുത്തുമ്പോൾ ആ ദേശത്തുണ്ടായിരുന്ന ചില പ്രയാസങ്ങൾ, അത് അവിടെ ഉണ്ടായിരുന്ന ദുരിതങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥിതികൾ, ആ വ്യവസ്ഥിതികളുടെ മധ്യേ വീണ്ടും കടന്നു വന്ന മിഷണറിമാരാണ് ബെഞ്ചമിൻ ബെയ്ലിയും ജോസഫ് പീറ്റും. ജോസഫ് പീറ്റ് 1833 കോട്ടയത്ത് ആദ്യമായിട്ട് ആഗതനായി. അതിനുശേഷം 1836 മാവേലിക്കര കേന്ദ്രമാക്കി പ്രവർത്തിച്ചു. തുടർന്ന് പൂവത്തൂർ മുതൽ കന്നേറ്റി വരെയുള്ള പ്രദേശങ്ങൾ മുഴുവനും അവിടെയൊക്കെയും പള്ളികൾ സ്ഥാപിച്ചുകൊണ്ട്, സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം യേശുവിന്റെ ആ ദിവ്യമായ സ്നേഹത്തെ പകർന്നു കൊടുക്കുവാനായിട്ട് ഇടവന്നു. എന്നാൽ 1849 ഈ ദേശത്തെ അദ്ദേഹം തുണ്ടയ്യത്ത് കുടുംബത്തിന്റെ സഹായത്തോടുകൂടി ഒരു ആരാധന സ്ഥാപിക്കുകയും ആ വിദ്യാഭ്യാസത്തിന് ഒരു സ്ഥാപനം ഇവിടെ വരുവാനായിട്ട് ഇടവരുത്തുകയും ചെയ്തു എന്നുള്ളത് ചരിത്ര വസ്തുതയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികളെ പലപ്പോഴും നമ്മൾ എതിർപ്പോടുകൂടി സംസാരിക്കാറുണ്ട്. ബ്രിട്ടീഷുകാർ ഈ ദേശത്തേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ ആ വലിയ സാമ്രാജ്യത്വ ആ അധീശത്വം നമ്മളുടെ മേൽ സ്ഥാപിക്കുവാൻ ശ്രമിച്ചപ്പോൾ നമ്മളുടെ പൂർവ്വപിതാക്കന്മാർ അവരെ എങ്ങനെയാണ് കണ്ടത്? ഒരുപക്ഷെ നമുക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ബ്രിട്ടീഷുകാരെയും അവിടെ നിന്ന് അതേ സ്ഥലത്ത് നിന്ന് വന്ന ബ്രിട്ടനിൽ നിന്ന് വന്ന CMS മിഷണറിമാരെയും ഒരേ രീതിയിൽ കാണുവാനാ പലപ്പോഴും ഇന്ന് സമൂഹം ശ്രമിക്കുന്നത്. എന്നാൽ ആ വസ്തുത വളരെ തെറ്റാണ്. ഒരു പക്ഷെങ്കിൽ മിഷണറിമാർ ഇവിടേക്ക് കടന്നു വരുന്നതിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കാതിരുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണകൂടമായിരുന്നു. മിഷണറിമാർ ഈ ദേശത്തേക്ക് കടന്നു വരുവാനായിട്ട് അവരാഗ്രഹിച്ചുകൊണ്ട് അവിടുത്തെ അന്നത്തെ CMS പ്രസ്ഥാനത്തോട് ആവശ്യപ്പെട്ടപ്പോൾ ഇവിടെ നിന്ന് ഈ ഭരണകൂടം, ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികൾ അവിടേക്ക് കത്തെഴുതി ഈ മിഷണറിമാർ ഇവിടെ വന്നുകൂടാ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ദേശത്തിന്റെ മുഖം മാറും, നമുക്ക് അടിമകളെ കിട്ടത്തില്ല, ഈ ദേശത്തെ ഇവർ വികസിപ്പിക്കും, അവർ വിദ്യാഭ്യാസം നൽകും, അവർ പ്രബുദ്ധരാകും, അതുകൊണ്ട് മിഷണറിമാരെ ഈ ദേശത്തേക്ക് അയക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് കത്തെഴുതിയതിന്റെ രേഖകള് ഇന്നും ബ്രിട്ടനിലുള്ള ആ മ്യൂസിയത്തില് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ അതൊക്കെയും എതിർപ്പുകളെ വകവയ്ക്കാതെ അവർ ഈ ദേശത്ത് കടന്നു വന്ന് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുന്ന വലിയൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുകയാണ് അവരുടെ ഏറ്റവും വലിയ ആ ഒരു ഇച്ഛാശക്തി എന്ന് പറയുന്നത്. അങ്ങനെ മാത്രമേ സമൂഹത്തെ മാറ്റിമറിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നവർ മനസ്സിലാക്കി. എന്നാൽ ഇവിടെ വന്നൊരു മതപരിവർത്തനത്തിന് അവർ തയ്യാറായില്ല. വേണമെങ്കിൽ ബ്രിട്ടൻ
ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികളോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു പക്ഷെങ്കില് ഈ ദേശത്തെ മുഴുവൻ കൺവേർട്ട് ചെയ്യുവാനായിട്ട് അവർക്ക് സാധിക്കുമായിരുന്നു. എന്നാൽ അവരത് ചെയ്തില്ല. അവര് വിദ്യാഭ്യാസത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തു. ജനങ്ങളുടെ ഉന്നമനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് മുന്നേറിയത്. അന്നിരുന്ന ജാതി വ്യവസ്ഥിതികളെ നമ്മൾ മനസ്സിലാക്കണം. 4 വർഗങ്ങളായിട്ട് മനുഷ്യരെ വേർതിരിച്ചപ്പോൾ ശൂദ്രന് താഴെയുള്ള മനുഷ്യർ ഓരോരുത്തരും മൃഗങ്ങളായിട്ട് കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടം ഈ സമൂഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അന്ന് ആ ജാതി വ്യവസ്ഥയുടെ ആ കാലഘട്ടത്തില് മനുഷ്യന്റെ കഴുത്തില് അടിമകളായിരുന്ന മനുഷ്യന്റെ കഴുത്തിൽ കലപ്പ വെച്ച് കെട്ടി നിലമുഴുന്ന ഒരു വ്യവസ്ഥിതി, ക്രൂരമായ വ്യവസ്ഥിതി. അതിനവർക്ക് ആക്കം കുറഞ്ഞാൽ അവരുടെ മേൽ ചാട്ടവാറ് പതിയുന്ന ഒരു വലിയ വ്യവസ്ഥിതി ഇവിടെയുണ്ടായിരുന്നു. അതിനെ എതിർത്തുകൊണ്ടാണ് മിഷണറിമാർ ഈ ദേശത്ത് കടന്നു വന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അന്ന് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വേദമാണ് അഭ്യസിക്കുന്നത്. വേദം അഭ്യസിക്കുവാനായിട്ട് ആളുകൾ അവിടെ മേൽജാതിക്കാരായിട്ടുള്ള ആളുകൾ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും ഒരു ശൂദ്രനോ അതിന് താഴെയുള്ളവരോ എന്തെങ്കിലും തരത്തില് അവിടെ വേദം കേട്ടുപോയാൽ അവരുടെ ചെവിയില് ഈയമുരുക്കി ഒഴിക്കുന്ന ആ ഒരു വലിയ വ്യവസ്ഥിതി ഇവിടെ നിലനിൽപ്പുണ്ടായിരുന്നു. ആ വ്യവസ്ഥിതികളെയാണ് ഈ മിഷണറിമാർ എതിർത്തത്. അന്ന് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ, ആ ജാതി വ്യവസ്ഥകളെ ഉടയ്ക്കുവാനായിട്ട് അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകി. സ്വാഗത പ്രസംഗകൻ പറഞ്ഞതുപോലെ അന്ന് ഈ സ്കൂളുകൾ സ്ഥാപിച്ചുകൊണ്ട് സ്കൂളും പള്ളിയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ അങ്ങനെയാണ് പള്ളിക്കൂടമുണ്ടായത്, പള്ളിയിൽ കൂടി വരുന്ന പള്ളിക്കൂടമുണ്ടായത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അന്ന് ബ്രാഹ്മണനെയും അബ്രാഹ്മണനെയും ചണ്ടാളനെയും ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുവാനായിട്ട് ധൈര്യം കാണിച്ചത് CMS മിഷണറിമാരാണ് എങ്കിൽ അതിന്റെ സ്മാരകം ഇന്നും ചരിത്ര സ്മാരകമായിട്ട് കോട്ടയത്തിന്റെ ഹൃദയഭാഗത്ത് CMS കോളേജിന്റെ രൂപത്തിൽ നിലകൊള്ളുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ വിദ്യാഭ്യാസം അവിടെ കൊണ്ട് തീരുന്നില്ല. അന്ന് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുകയില്ലായിരുന്നു, അവർക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു. അങ്ങനെ അസ്വാതന്ത്ര്യത്തിൽ കടന്നിരുന്ന ആ സ്ത്രീ ജനതയെ അവരെ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞ് ഇന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ. യഥാർത്ഥ ശാക്തീകരണം നടത്തിയത് മിഷണറിമാരാ. അവർക്ക് വേണ്ടി ഒരു പള്ളിക്കൂടം തന്നെ പണിയുവാനായിട്ട്, പെൺ പള്ളിക്കൂടം പണിയുവാനായിട്ട് ഇന്നത് കോട്ടയത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെയുണ്ട്. ആ പള്ളിക്കൂടം ഇന്ന് നിലനിൽക്കുന്നു. ആ പള്ളിക്കൂടം സ്ത്രീകൾക്ക് ഉന്നമനത്തിന് വേണ്ടി സ്ഥാപിച്ചതാ. അങ്ങനെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ വളരെ വിപ്ലവകരമായിട്ടുള്ള സാംസ്കാരിക വിപ്ലവത്തെ കൊണ്ടുവരുവാനായിട്ട് ഈ മിഷണറിമാർക്ക് സാധിച്ചു. അങ്ങനെയുള്ള CMS മിഷണറിമാരുടെ പ്രസ്ഥാനത്തിന്റെ പിൻഗാമികളാണ് CSI സഭ എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയേറെ അധികം അഭിമാനമുണ്ട്. 175 വർഷങ്ങൾ ഈ സ്ഥലത്ത് മിഷണറി പാരമ്പര്യത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പിതാക്കന്മാർ അവർക്ക് ഇവിടെ ജീവിക്കുവാൻ സാധിച്ചുവെങ്കിൽ, അവർക്ക് സാക്ഷ്യം വഹിക്കുവാൻ സാധിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും അത് യേശുവിലുള്ള സ്നേഹം മൂലം മാത്രമാണ്. ഇന്നൊരു ഭവനം പണി കഴിപ്പിച്ചുവെങ്കിൽ അത് യേശുവിലുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. 51 കുടുംബങ്ങൾ എന്ന് പറയുന്നത് ഒത്തിരി വലിയ ഒരു സംഖ്യയല്ല, ഒരു വലിയ പള്ളിയൊന്നുമല്ല, ചെറിയ പള്ളിയാ. എന്നാൽ ആ ചെറിയ പള്ളിയിലെ ചെറിയ കൂട്ടം ഒന്നിച്ചപ്പോൾ പലതുള്ളി പെരുവെള്ളമായതാണ് ഈ ഭവനം. അത് ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് യേശുക്രിസ്തുവിന്റെ ദിവ്യമായ സ്നേഹം, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുവാൻ പറഞ്ഞ ആഹ്വാനം മിഷണറിമാരിൽ കൂടി പകർന്നു തന്ന ആഹ്വാനമാണ് ഞങ്ങളെ പ്രചോദിപ്പിച്ചത്. മാത്രമല്ല, ഞങ്ങളുടെ തിരുമേനി ഒരു മിഷണറി തിരുമേനിയാണ്. ആന്ധ്രയുടെ പ്രദേശങ്ങളിൽ ഇതുപോലെ മിഷണറിയായി പോയി അവിടെ സ്കൂളുകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് അനേകർക്ക് വിദ്യാഭ്യാസം നൽകുവാൻ, ആ ദേശത്തിന് മാറ്റം വരുത്തുവാനായിട്ട് ശ്രമിച്ച ഒരു വ്യക്തിത്വമാണ് ഞങ്ങളുടെ തിരുമേനി.
അതുകൊണ്ട് ഈ ഒരു വലിയ വെല്ലുവിളി, മിഷണറി ദൗത്യം ഞങ്ങൾ വീണ്ടും തുടരും എന്നതിന് യാതൊരു സംശയവുമില്ല. ഈ ദേശത്തിന്റെ വികസനത്തിന് അനേക കാര്യങ്ങൾ ഈ ഒരു ജൂബിലിയോടനുബന്ധിച്ച് ഞങ്ങൾ ഓരോരുത്തരും നിശ്ചയിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നടപ്പിലാക്കും. ആ പദ്ധതികളുടെ ഭാഗമാകുവാൻ ഈ നാട്ടുകാരായിട്ടുള്ള എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ ഈ ദേശത്ത് ഈ സ്കൂളിൽ പഠിക്കാത്ത പഴയ തലമുറയില്ല. മാത്രമല്ല, ഈ ദേശത്ത് ഈ സഭ പണിതത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ദേശത്ത് സഭ പണിതത് ഇവിടെയുള്ള ഹിന്ദുക്കളായിട്ടുള്ള ഹൈന്ദവരായിട്ടുള്ള സഹോദരങ്ങളുടെ ഒരു വലിയ പ്രയത്നം കൂടായിരുന്നു. അവരൊന്നിച്ച് ഈ കല്ല് ചുമ്മി, ഈ മണ്ണ് ചുമ്മി ഈ പള്ളി പണിതുവെങ്കിൽ തീർച്ചയായിട്ടും നാട്ടുകാരും ഞങ്ങളുടെ ഭാഗവാക്കാണ് എന്നതിന് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഈ മിഷണറി പ്രവർത്തനം, ഈ മിഷണറി സഭ, ഈ മിഷണറി സഭയായ CSI സഭയുടെ വക്താക്കളായിട്ട് നിന്നുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും തുടർന്നും പ്രവർത്തിക്കും എന്നതിന് വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ ദേശത്തിൻ്റെ MLA CR മഹേഷ് സാറിനെ ഞാൻ ഇത്തരുണത്തിൽ സ്വാഗതം ചെയ്യുന്നു.